ബംഗളൂരുവിൽ നടുറോഡിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. പ്രണയ നൈരാശ്യത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ബിഫാം വിദ്യാർത്ഥിനി യാമിനി പ്രിയയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയാണ് കൊലപാതകം നടത്തിയത്. ബംഗളൂരു മന്ത്രിമാളിന് പിന്നിൽ നടന്ന കൊലപാതകത്തിൽ സോളദേനഹള്ളിക്ക് സമീപത്ത് വെച്ച് കൊലയാളി വിഘ്നേഷ് പിടിയിലായിട്ടുണ്ട്. ശ്രീധരൻ, പട്ടാപ്പകൽ നടന്ന അരും കൊലപാതകം, ഇയാളെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രണയ നൈരാശ്യം എന്നുള്ളത് തന്നെയാണോ കാരണം? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ നടക്കുന്ന കൊലപാതകം ഉണ്ടായത്. അതായത് മന്ത്രിമാളിന്റെ ഏറ്റവും തിരക്കേറിയ പ്രദേശത്ത് മന്ത്രിമാളിന്റെ പുറകുവശത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നത്. ഈ പെൺകുട്ടിയും ഈ പ്രതിയായിട്ടുള്ള വിഘ്നേഷും സംസാരിക്കാൻ പോകുന്നത് കണ്ടവരുണ്ട്. പക്ഷെ പിന്നീട് വിഘ്നേഷ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നത് കാണുന്നു. അല്പസമയത്തിന് ശേഷം ഈ പെൺകുട്ടി അവിടെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസൊക്കെ എത്തി പരിശോധന നടത്തി. തുടക്കത്തിൽ ആരാണ് പ്രതിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള തെളിവും ലഭിച്ചില്ല. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള വിഘ്നേഷാണ് കൊലപാതകി എന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹെസർഘട്ട റോഡിൽ സോളദേവനഹള്ളിയിൽ വെച്ച് ഇയാളെ പിടികൂടുകയാണ് ചെയ്തത്. പ്രണയ നൈരാശ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഈ കൊല്ലപ്പെട്ട യാമിനി പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഇയാൾക്ക് കുറച്ചു കാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ അടുത്തിടെ ഇരുവരും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി. ഇതിനെ ചൊല്ലി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ആ തർക്കം കൈവിട്ട് കയ്യാങ്കളിയിലേക്കും പിന്നീട് ഇയാൾ കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു. ആ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന നിലയിലേക്കും പോയത്. ഏതായാലും പട്ടാപ്പകൽ നടന്ന ഈ കൊലപാതകം നഗരത്തെ ഞെട്ടിച്ചെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചിരുന്നു. അതിനൊടുവിലാണ് പ്രതിയെ സോളദേവനഹള്ളിയിൽ, നഗരപരിധിയിൽ തന്നെയുള്ള സോളദേവനഹള്ളിയിൽ നിന്ന് പിടികൂടുന്നത്.